ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കെറക്സ്. ഇറ്റ്സ് മീ വടകൻ. എടാ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികളെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്റർ മൊത്തത്തിൽ പഠിച്ചെടുക്കും. ഓക്കെ, സോ ബേസിക്കലി എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ്. ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരേ നമ്പർ കൂട്ടി 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 പോകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു നമ്പറിൽ തുടങ്ങാം. സാറ് 5 തുടങ്ങി, ഇനി 5നോട് 3 ആഡ് ചെയ്തോളി. 3 ആഡ് ചെയ്താൽ 8, 8നോട് വീണ്ടും 3 ആഡ് ചെയ്താൽ 11, 11നോട് 3 ആഡ് ചെയ്താൽ 14, 14നോട് 3 ആഡ് ചെയ്താൽ 17, എക്സെട്ര 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 എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു സാധനത്തിന് പറയുന്ന പേരാണെന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്. വേറൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ പിടിച്ചോ, 10, 10നോട് 6 ആഡ് ചെയ്താൽ 16, 16നോട് 6 ആഡ് ചെയ്താൽ 22, 22നോട് 6 ആഡ് ചെയ്താൽ 28, എക്സെട്ര എക്സെട്ര എക്സെട്ര. കൊള്ളാല കളി. നെക്സ്റ്റ് 3 തുടങ്ങി, 3 തന്നെ ആഡ് ചെയ്തു. 3 തുടങ്ങി 3 തന്നെ ആഡ് ചെയ്താൽ 6, 6നോട് 3 ആഡ് ചെയ്താൽ 9, 9നോട് 3 ആഡ് ചെയ്താൽ 12, എക്സെട്ര 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 എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു സാധനത്തിന് പറയുന്ന പേരാണ് എന്താ? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. ഇനി എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, എഫ് എന്താ ഡി എന്താ? ആരാണ് എഫ്, ആരാണ് ഈ ഡി? എഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോളാം, എഫ് എന്ന് പറഞ്ഞാൽ ഈ എഫ് എന്ന് പറയുന്ന സാധനം നമ്മൾ തുടങ്ങുന്ന നമ്പറാണ്. എവിടെയാണോ നമ്മൾ തുടങ്ങിയത് ആ തുടങ്ങുന്ന നമ്പറിന് പറയുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് ടേം, എന്ത് ടേം, ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ മലയാളികൾ അതിന് ആദ്യ പദം എന്ന് പറയും. എന്ത് പദം എന്ന് പറയും? ആദ്യ പദം എന്ന് പറയും. ഇനി കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു തന്നെ. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എന്താണെന്നറിയാം മക്കളെ? അതാണ് കൂട്ടി കൂട്ടിപ്പോയ നമ്പർ. ഈ ഡി എന്ന് പറയുന്നത് ആരാണ്? കോമൺ ഡിഫറൻസ് ആണ്. അത് എന്ന് പറഞ്ഞാൽ കൂട്ടി കൂട്ടിപ്പോയ നമ്പറാണ്. അതിന് മലയാളം മീഡിയക്കാർ പൊതുവ്യത്യാസം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ 3 അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ആരാന്ന് എൻ്റെ മക്കളൊന്ന് പറഞ്ഞു തന്നെ. അതായത് ഈ 3 സമാന്തര ശ്രേണിയുടെയും ആദ്യ പദവും പൊതുവ്യത്യാസവും ആരാന്ന് പറഞ്ഞു തരണം. എൻ്റെ മക്കൾ പറഞ്ഞു തന്നെ. ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? ഇവിടുത്തെ ഫസ്റ്റ് ടേം 5 ആണ്. തുടങ്ങിയത് 5ലാണ്. ഇവിടെ കൂട്ടി കൂട്ടി പോയത് ആരാ? കോമൺ ഡിഫറൻസ് ആരാ? കോമൺ ഡിഫറൻസ് 3 ആണ്. ആഹാ, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിയാൽ നിങ്ങൾ ഈ പാഠത്തിന്റെ ബേസ് സെറ്റായിന്നാ. അത് കിട്ടിയില്ലെങ്കിൽ ബേസ് പോക്കാ. സോ വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരേ നമ്പർ കൂട്ടി 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 പോകുന്നതിന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. അതിൽ തുടങ്ങുന്ന നമ്പറിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത്. കൂട്ടി 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 പോകുന്നതിന് പറയുന്ന പേരാണ് എന്ത്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ ഫസ്റ്റ് ടേം ആരാന്ന് പറയടാ? അടുത്തതിന്റെ ഫസ്റ്റ് ടേം ഇതാ. ഇതിൽ ഫസ്റ്റ് ടേം ആരാ? 10, 16, 22. മക്കൾ പറഞ്ഞേ. യെസ്, ദ ആൻസർ ഈസ് 10. ഫസ്റ്റ് ടേം ആരാണ്? 10 ആണ്. ഇനി എന്റെ മക്കൾ പറഞ്ഞത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഡി ആരാ? ഇവിടെ കൂട്ടി 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 പോയത് ആരാ? 6 ആണ് കൂട്ടി 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 പോയത്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സീക്വൻസിലേക്ക് വന്നേ. അടുത്ത സീക്വൻസിലെ ഫസ്റ്റ് ടേം ആരാ? അടുത്ത സീക്വൻസിലെ ഫസ്റ്റ് ടേം 3 ആണ്. ഇവിടെ കൂട്ടി കൂട്ടി പോയത് 3 ആണ്. വീണ്ടും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് സെയിം ആയി. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്ന ഒരു മോഡൽ. ഈ ഒരു മോഡൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് നമുക്ക് വരാറുള്ളത് ഇങ്ങനെയാണ്. സാർ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിക്കാതെ മുന്നോട്ട് പോകരുത്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫിഫ്ത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 30. കുഴപ്പമുണ്ടോ? ഇനി എൻ്റെ മക്കൾ പറഞ്ഞത് നയൻത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 42 എന്നും ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത്, നിങ്ങളോട് ചിലപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ നിങ്ങളോട് ചിലപ്പോൾ 15th ടേം കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് സാറ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം നിങ്ങൾ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. എങ്ങനെയാ ഡി കണ്ടുപിടിക്കുക? ഫസ്റ്റ് നമ്മളിതാ ഇവിടെ വലത്തെ സൈഡിലുള്ള ടേം ഡിഫറൻസ് എന്ന് പറയും. ടേം ഡിഫറൻസ് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഇടത്തെ സൈഡിലുള്ള എന്ത് കണ്ടുപിടിക്കണം എന്നറിയോ? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇംഗ്ലീഷ് മീഡിയക്കാർ അതിന് എന്ത് പറയും? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറഞ്ഞത് ഡി ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 42 - 30 ആണ്. ഡിവൈഡഡ് ബൈ പി ഡി ആരാടാ? പൊസിഷൻ ഡിഫറൻസ് ആരാടാ? 9 - 5 ആണ്. 42ൽ നിന്ന് 30 കുറച്ചാൽ 12 ആണ്. ഡിവൈഡഡ് ബൈ 9ൽ നിന്നും 5 കുറച്ചാൽ 4 ആണ്. 12ൽ എത്ര 4 ഉണ്ട്? 12ൽ 3 ടൈംസ് 4 ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. അടുത്തതായിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? യെസ്, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്.
എന്റെ മക്കൾ നോക്കേണ്ടത് നമ്മുടെ ചോദ്യത്തിൽ എന്താ തന്നിട്ടുള്ളതെന്നാ, 5th ടേമും 9th ടേമും തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 5th ടേമും 9th ടേമും തന്നിട്ടുണ്ട്. അതിൽ സാർ 5th ടേം എടുക്കുന്നു. ദാ 5th ടേമിനോട് കൂട്ടിയാലാണോ ഫസ്റ്റിലേക്ക് എത്തുക, കുറച്ചാലാണോ ഫസ്റ്റിലേക്ക് എത്തുക? 5നോട് കൂട്ടിയാലാണോ കുറച്ചാലാണോ? 5നോട് ദാ കുറയ്ക്കണം. എത്രയാ കുറയ്ക്കേണ്ടത്? 4 കുറയ്ക്കണം. 4 പ്രാവശ്യം കുറയ്ക്കണം. -2 കുറയ്ക്കണം 4 പ്രാവശ്യം. എന്താ കുറയ്ക്കേണ്ടത്? ഡി ആണ് കുറയ്ക്കേണ്ടത്. കോമൺ ഡിഫറൻസ് ആണ് കുറയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചേ. x1 ഈസ് ഈക്വൽ ടു 5th ടേം ആരാ? 5ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 മൈനസ് 4 ഇൻറ്റു ഡി ആരാ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ കണ്ടുപിടിച്ചത് 3 ആണ്. സോ ദാറ്റ് ഈസ് 30 മൈനസ് 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 ആണ്. 30ൽ നിന്നും 12 കുറച്ചാൽ നമുക്ക് 18 എന്ന ആൻസർ കിട്ടും. ഇക്വേഷൻ ഉണ്ടാക്കാൻ ഡൗട്ടുള്ള മക്കൾ ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിച്ചോട്ടോ. സാർ ആ ഇക്വേഷൻ ഉണ്ടാക്കുന്ന ഒന്നുകൂടി പറഞ്ഞുതരാം. ദാ പിടിച്ചോ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് x15 ആണ്. 15 കണ്ടുപിടിക്കേണ്ടത്. എന്റെ കയ്യിൽ എന്തുണ്ട്? 9ാമത്തെ ടേമില്ലേ. സോ ഞാൻ x9 എന്ന് ഇവിടെ എഴുതുന്നു. 9നോട് കൂട്ടിയാലാണോ 15ക്ക് എത്തുക, കുറച്ചാലാണോ? 9നോട് കൂട്ടണം അല്ലെ? കൂട്ടണം. പ്ലസ് ആണ്. നേരത്തെ സാറ് മൈനസ് അല്ല ഇട്ടത്. അതെന്തുകൊണ്ടാ? 5ൽ നിന്നും 1ലേക്കാ പോകേണ്ടത്, അവിടെ കുറയ്ക്കണം. ഇവിടെ ഇപ്പൊ 9ൽ നിന്നും 15ലേക്കാ പോകേണ്ടത്, അത് കൂട്ടണം. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞത് 6D കൂട്ടണം എന്നാ പറഞ്ഞത്. 9നോട് 6D കൂട്ടിയാൽ നമ്മൾ എവിടെ എത്തി? 15ാമത്തെ ടേമിലെത്തി. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ പറഞ്ഞത് 15ാമത്തെ ടേം ഈസ് ഈക്വൽ ടു 9ാമത്തെ ടേം 42 പ്ലസ് 6 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3 ആണ്. സോ x15 ഈസ് ഈക്വൽ ടു 42 പ്ലസ് 6 ഇൻറ്റു 3 എത്രയാണ്? 18 ആണ്. 18ഉം 42ഉം കൂട്ടിയാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 60 എന്ന ആൻസർ കിട്ടും. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളുടെ പരീക്ഷകളിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും കാണാൻ സാധിക്കും. യെസ് മക്കളെ, അടുത്തതായിട്ട് നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ പഠിക്കേണ്ടതുണ്ട് ഈ പാഠത്തിൽ. പൊസിഷൻ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ദാറ്റ് ഈസ് xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. കുഴപ്പമില്ലല്ലോ. ഇവിടെ n എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയും മക്കളെ? n എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്. പൊസിഷൻ n എന്ന് പറഞ്ഞാൽ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ xn ആരാ സാറേ? xn എന്ന് പറയുന്നത് nth ടേം എന്ന് പറയാറുണ്ട് നമ്മൾ. ഇതിനെ നമ്മൾ nth ടേം എന്നും അതുപോലെ തന്നെ ലാസ്റ്റ് ടേം എന്നും വിളിക്കാറുണ്ട്. എന്ത് വിളിക്കാറുണ്ട്? ലാസ്റ്റ് ടേം എന്നും വിളിക്കാറുണ്ട്. f എന്ന് പറഞ്ഞാൽ ആരാടാ? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയാറുണ്ട്. ഫസ്റ്റ് ടേം. ഓക്കെ. നെക്സ്റ്റ് d എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ മക്കളെ? കോമൺ ഡിഫറൻസ്. എന്ത് ഡിഫറൻസ്? കോമൺ ഡിഫറൻസ്. യെസ്. അപ്പം ഇതിന്റെ മലയാളം മീഡിയം കൂടി പറയും സാറേ. യെസ്, n എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്ന് പറയും. സ്ഥാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. എങ്ങനെ? xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. എങ്ങനെ? xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. മക്കൾ പഠിക്കണേ. xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. ഇത് പൊസിഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. പൊസിഷൻ അല്ലാതെ ചിലപ്പോൾ നമ്മളോട് ടേം ആണോ എന്ന് ചോദിക്കും. ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അരിത്മെറ്റിക് സീക്വൻസ് സാർ എക്സാമ്പിൾ കാണിച്ചു കേട്ടോ. ഇതാ ഒരു എക്സാമ്പിൾ സാർ കാണിച്ചിട്ട് അതാ പിടിച്ചോ 5, 8, 11, 14, എക്സെട്ര എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ 32 ഒരു ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MCQ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ 32 ഇവിടേക്ക് എടുത്തു വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേമിനെ എടുത്തു വെക്കുക. ഞാൻ അരിത്മെറ്റിക് സീക്വൻസിലെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ടേമിനെ എടുത്തു, 8നെ എടുത്തു. അതുപോലെ തന്നെ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ 32നെയും ഞാൻ എടുത്തു. എന്നിട്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ കോമൺ ഡിഫറൻസ് ആരാ നോക്കുക. ഇവിടെ കൂട്ടി പോയത് പൊതുവ്യത്യാസം ആരാ നോക്കുക. പൊതുവ്യത്യാസം 3 ആണ്. ആ 3നെ കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 8ൽ എത്ര 3 ഉണ്ട്? 8ൽ 2 ടൈംസ് 6 ആണ്. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് 6 കുറച്ചാൽ ബാക്കി റിമൈൻഡർ 2 എന്ന് കിട്ടി. ഇതുപോലെ നമ്മൾ 32നെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3ൽ 3 1 ടൈംസ് 3, ബാക്കി 0. 2ന് താഴെ ഇറക്കിയുമ്പോൾ 2ൽ 3 പോവില്ല, 0 ടൈംസ് 0, ബാക്കി റിമൈൻഡർ 2. കണ്ടോ റിമൈൻഡർ സെയിം ആയാൽ അതിനർത്ഥം എന്താണ്? യെസ്, 32 ഈസ് എ ടേം. 32 എന്താണെടാ? 32 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പദമാണ് എന്ന് നമുക്ക് കിട്ടി. ഇനി എൻ്റെ മക്കളെ നമ്മൾ ചെയ്യേണ്ടത് ഇത് എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക. n ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1.
n ഈസ് ഈക്വൽ ടു ആരാണ് എക്സ് എന്ന് പറഞ്ഞത് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ നമ്പറില്ലേ അത് 32 ആ സാറേ. സോ 32 മൈനസ് ഫസ്റ്റ് ടേം നമുക്കറിയാം 5 ആണ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 3 ആണ് പ്ലസ് 1 ദാറ്റ് ഈസ് n ഈസ് ഈക്വൽ ടു 27/3 പ്ലസ് 1. 27 എത്ര 3 ഉണ്ടടാ എൻ്റെ മക്കൾ പറഞ്ഞേ. n ഈസ് ഈക്വൽ ടു 9 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ പൊസിഷൻ കിട്ടി. എന്ത് കിട്ടി? പൊസിഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ 32 എന്ന് പറയുന്നത് എന്താണ്? 32 ഈസ് ദ 10th ടേം. സെറ്റല്ലേ? സെറ്റല്ലേ? യെസ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാം. ഈ ഒരു മെത്തേഡ് എല്ലായിടത്തും ചെയ്യണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് ടേം ആണോ അല്ലേ എന്ന് നോക്കിയതിന് ശേഷം യെസിന്റെ എസ് ഇടാൻ മറന്നു. ടേം ആണോ അല്ലേ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്താക്കിയാൽ മതി, അത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ടേം അല്ലാത്തത് വെറുതെ കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. യെസ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യെസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് പെയർ, മിഡിൽ ടേം, സമ്മ്. ഈ പെയർ, മിഡിൽ ടേം, സമ്മിന്റെ കേസിൽ നമ്പർ ഓഫ് ടേംസിന്റെ അനുസരിച്ചാണ് ഇക്വേഷൻസ് വരുന്നത്. നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ ഇക്വേഷൻ ഒന്നാണ്, നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ മറ്റൊരു രീതിയിലാണ് ഇക്വേഷൻ ഉള്ളത്. ആ ഇക്വേഷൻ മാത്രമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, മീൻസ് എഴുതി വെക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വടക്കൻ സാറ് വരുന്നതാണ്. സോ എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോളി, n ഈസ് ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്, x5 ഉണ്ട്. 5 ആൾക്കാർ എന്ന് പറയുമ്പോൾ അല്ലേ ഓഡ് എന്ന് പറയുന്നത്. അത് ഈവന്റെ കേസിലേക്കാവുമ്പോൾ എന്ത് വരും? x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4. 4 ആൾക്കാർ, അത് ഈവൻ അല്ലേ? യെസ്. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒന്നാമത്തെ ആളും അവസാനത്ത് ഇങ്ങോട്ടുള്ള ഒന്നാമത്തെ ആളും പെയറാവും. അടുത്തത് രണ്ടാമത്തെ ആളും ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ ആളും അടുത്ത പെയറാവും. പാവം ഉസ്മാൻ നടുവിൽ ഒറ്റക്കാവും. കണ്ടോ, അവൻ മിഡിൽ ടേമാ, അവൻ ഒറ്റക്കായി, അവന് മിഡിൽ ടേം എന്ന് പറയുന്ന. ഓക്കെ അല്ലേ? ഈ പെയറുകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് പറയാം മക്കളെ. ഈ പെയറുകളുടെ ഒക്കെ സമ്മ് സെയിം ആയിരിക്കും. അതായത് x1 പ്ലസ് x5 കൂട്ടിയാൽ ആർക്ക് ഈക്വൽ ആയിരിക്കും? x2 പ്ലസ് x4 ഈക്വൽ ആയിരിക്കും. ഇനി നടുവിൽ ഒരാൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രത്യേകത എന്താണ്? ആളുടെ ഡബിൾ ആയിരിക്കും ഈ പറയുന്ന നമ്പറുകളൊക്കെ. ഈ പറയുന്ന ടേമുകളുടെ ഒക്കെ സമ്മ് എന്ന് പറയുന്നത് മിഡിൽ ഉണ്ടാവുന്ന ആളുടെ ഡബിൾ ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും പെയറാവും, സെക്കൻഡ് ടേമും തേർഡ് ടേമും പെയറാവും. ഇതെങ്ങനെയാ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് താൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് താളും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെക്കൻഡ് താളാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെക്കൻഡ് താൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തേർഡ് ആളാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും തേർഡ് ആണ്. അത് എത്ര ടേം ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. അപ്പൊ മിഡിൽ ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ ഡബിൾ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. മലയാളികൾ മധ്യപദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് തുക ബൈ എണ്ണം. തുക ബൈ എണ്ണം. ഇനി അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി നമ്മളോട് തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളോട് സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ? മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ പ്രോബ്ലംസ് ആയിട്ട് വടക്കൻ സാർ വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം RK Next. ബൈ, സീ യു ലേറ്റർ.